ഹായ്, ഇന്ന് നമ്മുടെ +2 മാത്സിന്റെ സേ എക്സാം ആയിരുന്നു. ഒരുപാട് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളും ലൈവുകളും ഒക്കെ കണ്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു, എങ്ങനെയൊക്കെ വന്നു, ഇതിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പാസ്സാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മെട്രിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. A+A∼I ആണെങ്കിൽ വാല്യൂ ഓഫ് ആൽഫ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വരുന്നത് cos α + cos α 2 cos α 1 എന്ന് വരും. cos α = 1/2. അപ്പോൾ ആൽഫ വരുന്നത് 60 ആണ്. π/3 ആണ് അതിന് ആൻസർ വരിക. രണ്ടാമത്തത് A² - 4A + I = 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അത് നിങ്ങളോട് I ഐഡന്റിറ്റി മെട്രിക്സും A ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ A² കണ്ടെത്തേണ്ടി വരും, 4A കണ്ടെത്തേണ്ടി വരും, I ഓൾറെഡി ഉണ്ടാകും 1 0 0 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ്. അതെല്ലാം കൂടി ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 മെട്രിക്സ് കിട്ടും. 0 0 0 എന്ന് പറയുന്നത് അതൊക്കെ സിമ്പിൾ ആയിരുന്നു. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് f from R to R given by f of x = 2x is injective. ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ഫംഗ്ഷൻ ആണ്. 1 1 ആണ് പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. f of x1 = f of x2 എന്ന് എഴുതുക. 2x1 = 2x2, 2 2 ക്യാൻസൽ ചെയ്താൽ x1 = x2. അത് 1 1 ഫംഗ്ഷൻ ആയി. അതിന്റെ താഴെയുള്ള ചോദ്യം അത് x² ഗ്രാഫാണ്. എന്തിന്റെ ഗ്രാഫാണെന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അത് ഇൻജെക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചത്. ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 1 1 ആണോ? അല്ല, കാരണം -2നും സെയിം ഇമേജ് ആണ് 4. അപ്പോൾ ഇൻജെക്റ്റീവ് അല്ല, 1 1 അല്ല. സർജക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ അതിന്റെ റേഞ്ച് വരുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഏതിന്റെ? x² ഗ്രാഫിന്റെ. പക്ഷെ അതിന്റെ കോഡൊമൈൻ വരുന്നത് ഫ്രം R to R. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഒരിക്കലും ഈക്വൽ ആവില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ 1 1 അല്ല, ഓൺ ടു അല്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും ഇവിടെ എന്തുണ്ടാവില്ല, പ്രീ ഇമേജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലൊക്കെ ആൻസർ കറക്റ്റ് ആട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആയിരുന്നത്. മൂന്നാമത്തത് ഇൻവേഴ്സിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യം കാണാം. cos ഇൻവേഴ്സ് 1/√2, അത് π/4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 3 sin ഇൻവേഴ്സ് x = sin ഇൻവേഴ്സ് 3x - 4x³. എക്സിന് പകരം sin x കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നാലാമത്തത് പ്രൂവ് ദാറ്റ് 3x + 2 അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 3x + 2 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അത് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. അത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. ആണെങ്കിൽ ആ പോയിന്റിലെ ലിമിറ്റ് ഒക്കെ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതായിരുന്നു. എഴുതിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് 1 മാർക്കിൻ്റെത്. അടുത്തത് വാല്യൂ ഓഫ് കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻഷ്യൽ കണ്ടിന്യൂറ്റിയിൽ നിന്ന് എന്തായാലും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻ വരുന്നതിൽ തന്നെ ആ ഒരു 3 മാർക്കിന്റെ ചോദ്യം ഒന്ന് നിങ്ങളുടെ കെയുടെ വാല്യൂ കാണാൻ, അല്ല എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഏതാണൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തത് sin x ഇൻക്രീസിംഗ് ആകുന്ന ഇന്റർവെൽ. sin x ഇൻക്രീസിംഗ് ആകണമെങ്കിൽ sin x-ന്റെ ഡെറിവേറ്റീവ് f' എന്ന് പറഞ്ഞാൽ cos x. cos x പോസിറ്റീവ് ആകണം. cos x പോസിറ്റീവ് ആകുന്ന ക്വാഡ്രന്റുകൾ അതിൽ വരുന്നത് 0 to π/2 ആണ്. അപ്പോൾ 0 to π/2 cos x പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പോൾ 0 to π/2 ആണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസിംഗ് ചെയ്യുന്ന സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 3 cm/s ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് വെൻ റേഡിയസ് = 15 cm. അത് ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തതാണ്, പറഞ്ഞതാണ്, ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽസ് എന്നാണ്. ഇന്റഗ്രൽസ് ഒന്നും ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത് കാണില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. e⁻sec x × 1 + tan x. sec x ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ sec x + sec x tan x വരും. e⁻x × f of x + f' ഫോമിലാണ് e⁻sec x ആണ് ആൻസർ വരിക. ഓക്കെ, അതിന്റെ അടുത്തത് sec² x / cosec² x ഇന്റഗ്രേറ്റ് ചെയ്യണം. sec² x 1/cos² x എന്നും sec² x 1/sin² x എന്നും പറഞ്ഞ് മാറ്റി ചെയ്താൽ എന്നിട്ട് അത് തല തിരിച്ചെടുമ്പോൾ sin² x / cos² x tan² x എന്ന് കിട്ടും. tan² x ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് നിങ്ങൾ sec² x -1 ആക്കിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. നല്ലൊരു ചോദ്യമായിരുന്നു, ഒരുപാട് പേര് ചെയ്യാൻ ചാൻസ് ഇല്ല. അടുത്തത് എയും ബിയും 2 വെക്ടർ തന്നിട്ടുണ്ട്. റൈറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ. അപ്പോൾ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എഴുതിയാൽ ആ വെക്ടറിന്റെയും എയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയാൽ മതി. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഒരു വെക്ടർ എഴുതിയാൽ മതി. ആൻഡ് ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യൂസ് ഓഫ് എ ഇൻ പാർട്ട് 1. അപ്പോൾ എയുടെ ഡയറക്ഷൻ റേഷ്യൂസ് എഴുതാനാണ് പറഞ്ഞത്. അതും കിട്ടും. ഡയറക്ഷൻ റേഷ്യോ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രൂവ് ദാറ്റ് വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ കൊലീനിയർ. എയും ബിയും കൊലീനിയർ ആണെങ്കിൽ അതിന്റെ സ്കെലാർ കമ്പോണന്റുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് അത് കൊലീനിയർ ആണ് പ്രൂവ് ചെയ്യുക. അതൊക്കെ ചിലപ്പോൾ കുട്ടികളെ എഴുതാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യന് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അത് സിമ്പിൾ ആണ്, ആൻസർ കിട്ടുന്നതാണ്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും 3 മാർക്കിൻ്റെ അതൊക്കെ. അപ്പോൾ ഈ 3 മാർക്കിന്റെ സെക്ഷൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് 2-3 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും ഒരു 5 നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എത്ര ആൻസർ ചെയ്തു, എത്ര മാർക്ക് കിട്ടും അതിൽ നിന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ. ആൻഡ് അടുത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തന്നെ റിലേഷൻ നിങ്ങളോട് ചോദിച്ചത് 1 2 3 ഡിഫൈൻ ചെയ്തതിൽ R2 3 3 2 എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ല. കാരണം
1 1 2 2 3 3 ഒന്നുമില്ല, സിമെട്രിക് ആണ്. 2 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ സിമെട്രിക് റിലേഷനാണ്. ഇക്വലൻസ് എന്തായാലും ആവില്ല, ട്രാൻസിറ്റീവ് അല്ല. 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 2 2 ഇല്ല. അപ്പോൾ സിമെട്രിക് റിലേഷൻ ആണ്. പിന്നെ 4x+3 ഇൻവേർട്ടിബിൾ ആണ് ഷോ ചെയ്യണം. അപ്പോൾ അത് 1 1 ഓൺ 2 ആണെന്ന് ഷോ ചെയ്യുക, അതിന്റെ ഇൻവേഴ്സും കണ്ടെത്തുക. ഓൺ 2 ആണെന്ന് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇതാറുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് ചെയ്താവുന്നതാണ്. 4 മാർക്കിന്റെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ എന്ന് വന്നത്. പിന്നെ അടുത്തത് a ഇൻറ്റു അഡ്ജോയിന്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് a ഇൻറ്റു i എന്ന് പ്രൂവ് ചെയ്യാം. a ഇൻറ്റു അഡ്ജോയിന്റ് കണ്ടെത്താൻ അറിയാം. എയും അഡ്ജോയിന്റെയും മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് a കണ്ടെത്തിയിട്ട് അതിന് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ എന്ന് പറയാൻ പറ്റുന്നതേ ഉള്ളൂ, ഈസി. പിന്നെ എനെ നിങ്ങൾ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാനുള്ളത്, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയ ഒരു ചോദ്യം. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം ആട്ടോ, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യമാണ്. പക്ഷേ ഇത് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ v is equal to L²H−H³ /3π എന്ന് നിങ്ങൾ ആദ്യം അതൊന്ന് ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ L H V എന്തൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ആ v വെച്ചിട്ട് ഷോ ദാറ്റ് സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദ കോൺ, കോണാണ് കേട്ടോ, ആ ആംഗിൾ tan ഇൻവേഴ്സ് √2 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ മാക്സിമം വോളിയം ആണെങ്കിൽ, അപ്പോൾ വോളിയത്തിന്റെ ഫംഗ്ഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ വോളിയത്തിന്റെ ഫംഗ്ഷൻ ആക്കിയിട്ട് ചെയ്യണം. അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. എലിപ്സിന്റെ ഏരിയ πab ആണ് ആദ്യത്തത് വരിക, രണ്ടാമത്തത് സർക്കിളിന്റെ ഏരിയ. ആൻഡ് അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യന് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ dy/dx + y/x ആണ്. അപ്പോൾ 1/x ആണ് p വരിക, e⁻⁻pdx. അപ്പോൾ 1/xന്റെ ഇന്റഗ്രൽ log mod x, അപ്പോൾ e⁻log x വരും. x ആണ് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. അതും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത് നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായിരിക്കും ചെയ്യേണ്ടി വരിക. ആൻഡ് 14ാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ആക്സിന്റെ ഡയറക്ഷൻ കൊസൈൻസ് 100 ആണ് ആൻസർ വരും കേട്ടോ. ആൻഡ് അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് cos θ is equal to b1.b2 magnitude b1 magnitude b2 ചെയ്താൽ അത് ആൻസർ കിട്ടും. പിന്നെ θ is ആംഗിൾ ബിറ്റ്വീൻ a and b, മാഗ്നിറ്റ്യൂഡ് ഓഫ് a.b is equal to മാഗ്നിറ്റ്യൂഡ് a cross b ആണെങ്കിൽ ആ θ എന്നുള്ളത് π/4 ആണ് ആൻസർ. അത് ഇതിന്റെ മുമ്പ് വർഷമൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. പിന്നെ ലാംഡ ആൻഡ് യു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ലാംഡയുടെയും യുടെയും വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എഴുതണം. എന്നിട്ട് അപ്പുറത്ത് ഈക്വൽ ടു 0 i cap + 0 j cap + 0 k cap എഴുതണം. അപ്പൊ ഐ ക്യാപ്പും ഇവിടുത്തെ ഐ ക്യാപ്പും ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ടതാണ്. അതും നല്ലൊരു ചോദ്യമായിരുന്നു. ദെൻ അടുത്തതുള്ളത് 16ാമത്തെ ക്വസ്റ്റ്യൻ ബേസ് തിയറത്തിൻ്റെതാണ്. ബേസ് തിയറത്തിലെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടാണ് വന്നത്. ബേസ് തിയറം പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റും. 4 മാർക്കിന് അത് കിട്ടുമായിരുന്നു. പിന്നെ അടുത്തത് എ സ്ക്വയർ മെട്രിക്സ് പി സിംഗുലാർ ഇഫ് ഡിറ്റർമിനന്റ് പി. ഡിറ്റർമിനന്റ് പി 0 ആകുകയാണെങ്കിൽ ആണ് എന്താക്കുക, എ സിംഗുലാർ മെട്രിക്സ് ആകുക. നോൺ സിംഗുലാർ ആണെങ്കിൽ അത് നോൺ സീറോ ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് കുറച്ച് ഡെറിവേറ്റീവ്. ഫസ്റ്റത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. സൈൻ ഇൻവേഴ്സ് qx/1 + x². എക്സിന് പകരം tan θ കൊടുത്താൽ മതി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് sin 2θ എന്ന് കിട്ടും. 2θ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയോ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും. y = tan ഇൻവേഴ്സ് x ഹോൾ സ്ക്വയർ ആണെങ്കിൽ 1 + x² ദ ഹോൾ സ്ക്വയർ. y2 എന്ന് പറഞ്ഞാൽ y" ആട്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കിട്ടും. LHS എടുത്ത് നോക്കുക, അപ്പോൾ ഈക്വൽ ടു RHS 2 ആണെന്ന് കിട്ടും. പിന്നെ log x ഓൾ റൈസ് ടു log xന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത് പഠിച്ചതായിരിക്കും. log xന്റെ ഒക്കെ ഡെറിവേറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ log x എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇന്റഗ്രലിൽ x² e⁻x ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യേണ്ടത്. 4x + 2 × x² + x + 1 അത് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. അടുത്തത് 0 to 1 x × 1 - x ഓൾ റൈസ് ടു n അത് പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യേണ്ടതാണ്. 6 മാർക്കിന്റെ 19ാമത്തെ ചോദ്യം. ഇന്റഗ്രൽസ് ഒക്കെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ആൻഡ് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LPP-യിലുള്ളതാണ്. അത് ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഗ്രാഫ് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ അതും വരച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 18 മാർക്കൊക്കെ വേണ്ട കുട്ടിയാണെങ്കിൽ ഈ LPP-യിലെ ചോദ്യം ഡിറ്റർമിനൻസിലെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 12 മാർക്ക്. പിന്നെ മെട്രിക്സിലെ ചോദ്യം, അതേപോലെ തന്നെ 3D-യിലുള്ള ആംഗിൾ കാണാനുള്ള ചോദ്യം, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ ഏരിയ ബിറ്റ്വീൻ കർവ് എലിപ്സിന്റെ ഏരിയ കാണാനുള്ള ചോദ്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനുള്ള ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 18-20 മാർക്ക് എന്തായാലും കിട്ടും. ബാക്കിയുള്ള അതായത് 20-ന് ശേഷം മാർക്ക് വേണ്ട കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എന്തായാലും ഓവറോൾ നിങ്ങളുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, പാസ്സാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. വാല്യൂഷൻ ഒന്നും ഒരുപാട് സ്ട്രിക്റ്റ് ആകൂല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലിബറൽ വാല്യൂഷൻ ഉണ്ടാകട്ടെ, എല്ലാവരും പാസ്സാകട്ടെ. അപ്പോൾ കാണാം.